ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ഇപ്പോൾ കുവൈത്തിലും അതുപോലെ ബഹ്റൈൻ, ജോർദാനിലുള്ള അറബികൾക്ക് വലിയൊരു സന്ദേശം കൈമാറിയിരിക്കുകയാണ്. മാത്രമല്ല ഇന്ന് IRGC ശക്തമായ ആക്രമണം അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഹൈമാക്സ് എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് മിസൈൽ സംവിധാനമാണ് അത് തകർത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ സൈനികരുടെ സാറ്റലൈറ്റുകൾ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം വലിയൊരു സന്ദേശം കുവൈറ്റിലും അതുപോലെ അറബ് രാഷ്ട്രങ്ങളിലുള്ള ആളുകൾക്ക്, ജനങ്ങൾക്ക് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുകയാണ്. അവരോട് പറയുന്നത്, നിങ്ങൾക്കുള്ള ഏറ്റവും നല്ലൊരു സുവർണാവസരമാണിത്. അറബ് രാഷ്ട്രങ്ങളിലുള്ള മുസ്ലിം രാഷ്ട്രങ്ങളിൽ അമേരിക്കൻ അധിനിവേശ ശക്തികൾ അവരുടേതായി വെച്ചിരിക്കുന്ന ബേസുകളിൽ നിന്ന് ഈ രാഷ്ട്രങ്ങളെ മുക്തമാക്കണം. കുവൈത്ത് എന്നത് പരിശുദ്ധമായൊരു ഭൂമിയാണ്. ആ ഭൂമിയിലുള്ള ജനങ്ങളോട് ഞങ്ങൾക്ക് അതിയായ മഹത്വവും ബഹുമാനവുമുണ്ട്. പക്ഷെ നിങ്ങൾക്കെതിരെയല്ല ഞങ്ങൾ ആക്രമണം നടത്തുന്നത്. അതേസമയം ഇറാൻ പറയുന്നത് അർദുൽ കുവൈത്ത് ത്വാഹിറ ലാ യംബഗി അൻ തകൂന തഹ്ത ഇഹ്തിലാലി മുജ്രിമീൻ. ഇപ്പോൾ കുവൈത്ത് ഈ അധിനിവേശ അമേരിക്കയുടെ കീഴായിരിക്കുകയാണ്. മാത്രമല്ല ഖതലു ഖിലാല അമൈൻ 70000 ഫിലസ്തീനി ബൈനഹും 20000 തുഫൽ. ഇവിടെ IRGC പറയുന്നത് അമേരിക്കൻ അധിനിവേശത്തിന് കീഴിൽ കുവൈത്ത് ആയി മാറിയിരിക്കുന്നു. അതുകൊണ്ട് അതിൽ നിന്ന് മോചനം വേണം. ഈ അമേരിക്ക 2 വർഷത്തിനിടയിൽ അവരുടെ സഹായത്തോടെ 70,000 ഫലസ്തീനികളെയാണ് വധിച്ചിരിക്കുന്നത്. 20,000 കുട്ടികളാണ് മരണപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയും ഇത് വെച്ചു പൊറുപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മിഡിൽ ഈസ്റ്റിലുള്ള ഈ രാഷ്ട്രങ്ങളിലുള്ള മുസ്ലിം അറബ് രാഷ്ട്രങ്ങളിലുള്ള അമേരിക്കയുടെ അധിനിവേശ ഈ ബേസുകൾ ഇതെല്ലാം തകർത്തെറിയുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. നിങ്ങൾക്കെതിരല്ല. അതുകൊണ്ട് ഈ ഒരു ഓപ്പറേഷനിൽ ഞങ്ങളോടൊപ്പം നിങ്ങൾ നിൽക്കണമെന്നാണ് അവിടെയുള്ള ജനങ്ങൾക്ക് വലിയൊരു സന്ദേശം ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ ജോർദാനിലുള്ള ആളുകൾക്കും ഇറാൻ ഇതുപോലുള്ള ഒരു സന്ദേശം കൈമാറിയിരിക്കുകയാണ്.